ഹലോ ഗായ്സ്, അപ്പം നമ്മളെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കലോത്സവമാണ്. അപ്പം നമ്മൾ കലോത്സവത്തിന് പോകുന്ന വീഡിയോ ആണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ മാണ്ടാട് എത്തിയിട്ടുണ്ടായിരുന്നു. മാണ്ടാട് എത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോരോ ചൊറിയും ഇതൊക്കെ പറഞ്ഞ് ബസ്സകത്ത് നിൽക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ കൂടെ നെഹിന ഫാത്തിമ ഉണ്ട്. അപ്പോൾ നമ്മൾ കൈനാട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒനന്നെ വിളിച്ചിട്ട് പറഞ്ഞു കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്, എനിക്ക് സ്കൂളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോര്, നമുക്ക് പോവാന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ടോളെ കുറേ നേരം കാത്തു നിന്നിട്ടോള് വന്നു. ഇതാണ് ഗൈസ് ഒനന്യ. ക്ലാസ്സിൽ പല പേരുകളാണ്. ഒനന്യ വിളിക്കും, അനന്യ വിളിക്കും, പർവ്വതം എന്ന് വിളിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ് വന്നപ്പോൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോയപ്പോൾ കുറേ പീക്രീസുകളെ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് സ്കൂൾ ബസ്സാണോ അതോ പ്രൈവറ്റ് ബസ്സാണോ. പിന്നെ ഞങ്ങൾ കൈനാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ഒക്കെ ഞങ്ങൾ സ്റ്റോറി ഇട്ടു. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ മെല്ലെ 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 അവിടെ എത്തി. ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. ആരോടാണ് അവൾ സൊള്ളുന്നത് കണ്ട് അവളെ കയ്യിലെ പ്രകസനം. നേരെ ക്ലാസ്സിലേക്കാണ് പോയത്. അപ്പയും കുരിപ്പിനാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. പിന്നെ നമ്മൾ അവിടുന്ന് എത്തിയപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു യൂണിഫോം ഇടാണ്ട് കയറണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനന്യ തിരിച്ച് ബസ് പോയി. അവളോട് പറഞ്ഞു യൂണിഫോം ഇട്ടാലോ എന്ന്. പക്ഷെ അതൊന്നും അവൾ കേട്ടില്ല. അവൾ തിരിച്ച് നേരെ ബസ് കയറി അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കവർ കണ്ടപ്പോൾ ഇവർ പറയണത് ഞാൻ ഇതുപോലെയൊക്കെ വരുമെന്നൊക്കെ. ഭയങ്കര തള്ളിൻ്റെ. പിന്നീട് ഋതുനന്ദ് എന്തോ ഒരു സംഭവത്തിന് എന്തോ 3D ആർട്ടോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പണിയൊക്കെ തുടങ്ങാമെന്ന് വെച്ച് ഞങ്ങൾ തെണ്ടാൻ തുടങ്ങി. പിന്നെ കളിമണ്ണ് ഉണ്ടാക്കുന്നതിനും എംബ്രോയിഡിങ്ങിൻ്റെയും അപ്പം അങ്ങനെ ഓരോരോ സെക്ഷനൊക്കെ കണ്ട്. ഇതാണ് ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിന് മേളിൽ നിന്ന് കണ്ടപ്പോൾ കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള സ്കൂളാണ്. അതൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്കൊന്നും ഒരു കഴിവില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫുൾ വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം കൊണ്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.